മൈത്രി പോലീസ് സ്റ്റേഷൻ. ഇനി കാര്യങ്ങൾ വിശദമായിട്ടൊക്കെ പറ. ഒരു സമാധാനവും തരില്ല സാറേ. വെള്ളം അടിച്ച് ഭയങ്കര പ്രശ്നമാണ്. ബാറ് കൂട്ടിയ പിന്നെ മുഴുവൻ കലിപ്പ് ഞങ്ങളോടാ തീർന്നു. വെള്ളം അടിച്ച് രാവിലെ 2 അടിച്ചിട്ടാ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കറക്റ്റായിട്ട് ഇവന്മാരുടെ വായി തന്നെ ചാടി കൊടുത്തു. കേസാക്കിയ ഇല്ല, കാശ് കൊടുത്താ ഊരാം. അതിനാ നിന്നെ വിളിപ്പിച്ചത്. അതിന് എന്റെ കാശൊന്നുമില്ല. ഉള്ളത് താടാ. എടാ വൈകിട്ട് തരാന്ന് പറഞ്ഞില്ലേ? ചോദിച്ചടാ, ശീതലിനെ ആശുപത്രിയിലാക്കാൻ വെച്ചിരിക്കുന്ന കാശാണ് നിങ്ങൾക്ക് അറിയാമല്ലോ. എനിക്കറിയാമടാ. സർക്കാർ ആശുപത്രിയിൽ പ്രസവിക്കുന്നതിന് എന്തിനാടാ കാശ്? അവര് കാശ് ഇങ്ങോട്ട് തരും. നിന്നല്ലേ ഇന്നലെ TV കാണിച്ചത്? അതെ. നിന്റെ നാടെവിടെയാണ്? ജാർഖണ്ഡ്. ഇങ്ങോട്ട് വാടാ, കിടന്ന് കൊതറാതെ വാടാ. സോമൻ സാറെ, ഒരു മാവോയിസ്റ്റിനെ കൂടി കിട്ടിയിട്ടുണ്ട്. അകത്തേക്ക് വിട്ടേ. ചെല്ല്, ചെന്ന് കിട്ടണ മുഴുവൻ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകും. അച്ഛാദിൻ ചെല്ല്. സാറേ, അവനെ എന്തിനാ അകത്തേക്ക് കൊണ്ടുപോയത്? താനവന്റെ ആരാ? ഞങ്ങള് കൂട്ടുകാരാ. എന്നാ ആ കൂട്ട് ഇന്നത്തോടെ നിർത്തിക്കൊള്ളാം. അതാ തനിക്ക് നല്ലത്. എന്താ സാറേ കുഴപ്പം? എടോ, ഈ ജാർഖണ്ഡിൽ നിന്ന് ബീഹാറിൽ നിന്നുള്ളവന്മാരെ ഇവിടെ മാവോയിസ്റ്റുകൾക്ക് താമസ സൗകര്യം ഒരുക്കി കൊടുക്കാൻ സാധ്യതയുണ്ടെന്ന് ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇവന്മാരെയൊക്കെ ഒന്ന് പേടിപ്പിച്ച് നിർത്തിയില്ലെങ്കിൽ നാളെ ഞങ്ങൾ പോലീസുകാർക്ക് തലവേദനയാവും. മുളയിലെ നുള്ളണം. SI സാറ് അകത്ത് നുള്ളണേണ്. മാവോയിസ്റ്റ് ആണോ? അല്ലടാ മാവോയിസ്റ്റ്. അടുത്തേക്ക് വാടാ. നീ ആരടാ? ഷാരൂഖ് ഖാനാ? കഴുത്തി ഷാളൊക്കെ ചുറ്റി നടക്കാൻ. അഴിച്ചു മാറ്റടാ നിന്റെ പൊന്നാടാ. ഇവനെ കണ്ടിട്ട് ഒരു വരത്തന്റെ ലുക്കില്ലല്ലോ സാറേ. എവിടുന്ന് കിട്ടിയടാ ഈ വേഷം? എന്റെ ഭാര്യക്ക് ഞാൻ ഇതിടുന്നതാണ് സാറേ ഇഷ്ടം. നല്ല ഡ്രസ് സെൻസ് ഉള്ള ഭാര്യ അല്ല സാറേ? എടാ സത്യം പറ, നീ മാവോയിസ്റ്റ് ആണോ? അല്ല സാറേ. ആവരുത്. ഈ സോമൻ സാറിന്റെ ഒരു കാര്യം. ബീഹാറും ബംഗാളും പോലെയല്ല കേരളം. ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാണ്. ഇവിടെ കിടന്ന് പിഴപ്പ് കാണിച്ചോണ്ടല്ലോ നിന്റെയൊക്കെ നട്ടലുരിഞ്ഞ അത്തകളോടും കേക്കടാ. ആരാം സാധേ പറഞ്ഞു കേട്ടില്ല. സാറ് പറഞ്ഞേക്കാ ഇവിടെ നടന്ന നിന്നെയൊക്കെ ചവിട്ടിക്കൂട്ടി നിന്നെയൊക്കെ നട്ടല് ഞാൻ ഓടിക്കും. സാറിന്റെ അല്ല. എല്ലാരും പൊക്കോ പൊക്കോ. നീയും ചാടാ. മലയാളം വായിക്കാനും എഴുതാനും പഠിച്ചു. എല്ലാ ഓണത്തിനും പൂക്കളും ഇടും. മമ്മൂട്ടിന്റെയും മോഹൻലാലിന്റെയും സിനിമ ഇറങ്ങുന്ന ദിവസം കാണും. ഈ നാടിനെ സ്നേഹിച്ചിട്ട് കാര്യമില്ല. पर हमें सब यहाँ बाहर का समझते, कोई हमें अपना नहीं मानता. മലയാളത്തിൽ പറ. അവൻ മലയാളം പഠിക്കട്ടെ. നമ്മുടെ മോൻ മലയാളം പഠിക്കണം. നമ്മൾ പെട്ട കഷ്ടപ്പാടൊന്നും അവനുണ്ടാവില്ല. നീ നോക്കിക്കോ. എന്താടാ ചവിട്ടി. തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവിൽ നിറഞ്ഞ മധുവോ